അയ്യോ ഞാൻ ഉറശ്ശേച്ചി നോക്കി ഇങ്ങനെ നിന്നുപോയി, എൻ്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു, ഒന്നുകൂടെ എടുക്കണം. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എടുക്കുന്നത് ഞാൻ കൊല്ലെങ്കിലും അതുപോലെ നീ നല്ല ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ പേര് മാറണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അടിച്ചു വിട്ട നമ്മുടെ ഈ സൂര്യ റിപ്പോർട്ടറൊക്കെ കാണുന്ന സമയത്ത് ഈ ജയിച്ചിട്ട് മാറുക എന്ന് പറയുന്ന ഡയലോഗ് ഭയങ്കര ഹിറ്റ് ആവുകയും ഇന്ന് നമ്മുടെ ചില ആളുകളൊക്കെ PSC ഒക്കെ എഴുതാൻ പോകുമ്പോൾ അവരോട് പറയുന്ന ഡയലോഗായി മാറിയിട്ടുണ്ട്. എപ്പോഴാണ് ജയിച്ചിട്ട് മാറാറുണ്ട്. അതുപോലെ ഇപ്പോൾ പുട്ട് വെണ്ടയ്ക്കറി കട്ട് പീസസ് എന്ന് പറയുന്നതും ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പുട്ട് വെണ്ടയ്ക്കറിയിലും അല്ലെങ്കിൽ ജയിച്ചിട്ട് മാറിയാലും ഒക്കെ പറയുമ്പോഴും ആ സീൻ അത് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇത് മനസ്സിലേക്ക് അതിന്റെ വൈകാരികത ആലോചിക്കും, അങ്ങനെ ചിന്ത ഉണ്ടാവും, ഡയറക്ടറിനോട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും, അങ്ങനെ ഒരു വിഷയ അപ്രോച്ച് ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെണ്ടയ്ക്കറിയുടെ സീൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചെല്ലുമ്പോഴാ ഷോട്ടിന് പിടിച്ചപ്പോഴാ സത്യം പറയുന്നത്, ഋഷി എന്തെങ്കിലും ഒരു കറി വയ്ക്കുന്നത് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു, ഒട്ട ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പെട്ടെന്ന് ഒരു കറി മലയാളത്തിൽ ആലോചിച്ചിട്ടായിരുന്നു ഇംഗ്ലീഷോട്ട് പറഞ്ഞു പറഞ്ഞു ടേക്കെന്നങ്ങ് പ്രഖ്യാപിച്ചു. ഞാൻ അവിടെ സത്യത്തെ ഞാൻ ഒന്നും എന്തെങ്കിലും ടാലന്റ് അതൊക്കെ വന്നോളുന്നു ഫിലിം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോലെ കുറേ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞതാ. പറഞ്ഞ് ടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മീര പറഞ്ഞു അയ്യോ ഞാൻ ഉറശ്ശേച്ചി നോക്കി ഇങ്ങനെ നിന്നുപോയി, എൻ്റെ റിയാക്ഷൻ കൊള്ളത്തില്ലായിരുന്നു, ഒന്നുകൂടെ എടുക്കണം. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എടുക്കുന്നത് ഞാൻ കൊല്ലും. പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് അറിയാൻ വയ്യ, ഇനി ഒന്നുകൂടെ പറയണോ? അത് ഈ വേറെ ഷോട്ട് എടുക്കും. ഇപ്പൊ സത്യം പറഞ്ഞു ഇറങ്ങിപ്പാവും മീരയ്ക്ക് വേണ്ടി ഒന്നും ഞാൻ പറയാം, ആർക്കും വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തോ പറഞ്ഞു, എനിക്ക് അറിയാനേ വയ്യ. പിന്നെ ബാക്കിയുള്ളത് വേറെ ടേക്ക് എടുത്തു. പിന്നെ മറ്റേ വേറെ ഏത് സീനാന്ന് ചോദിച്ചാൽ അത് 30 ദിവസത്തെ വർക്ക് എല്ലാ സീനിന്റെ അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി 8 ദിവസമാക്കി. ഞാൻ ആന്ധ്രയിലൊരു ഫിലിമിലായിപ്പോയി. ആ സിനിമയിൽ 2 കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സുധ. അപ്പൊ ഇവർ എപ്പോൾ തുടങ്ങുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. പെട്ടെന്ന് പറഞ്ഞു മാഡം തുടങ്ങുകയാണ് പ്ലീസ് മാഡം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തെലുങ്കുടത്തിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നത്. അപ്പോൾ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം പറഞ്ഞൊരു ഹാഫ് ഡേ. അപ്പോൾ മാഡം ഈ സീനാണ്, ഈ ഡയലോഗ് പറഞ്ഞാൽ മതി, എന്തെങ്കിലും അതുപോലെ നീ നല്ല ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ പേര് മാറണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അടിച്ചു വിട്ടതാ. പക്ഷെ അത് സത്യമായിട്ടും പക്ഷെ അത് എനിക്കത് ഓരോ സീൻ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്ത് എടുക്കുകയല്ലേ. അപ്പൊ പെട്ടെന്ന് വേഗം ഈ ഡ്രസ്സ് മാറ്റിട്ടോ ആ ഡ്രസ്സ് മാറ്റിട്ടോ കാരണം അതിന്റെ പകുതി ബാക്കിയുള്ളൊക്കെ എടുത്തു വരും നേരത്തെ. അങ്ങനെ എടുത്തതാ. എടുത്തപ്പോൾ എനിക്കറിയത്തില്ല. ആദ്യത്തെ എടുത്തൊരു സീൻ എടുത്തു. ഞാനും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഫോൺ കട്ടായി പോകുന്നൊരു സീൻ. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മോൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരെ ആക്ടർ എന്ന് വെച്ചാൽ എന്തോ നിന്നോട് വലിച്ച നടനല്ലേ റാം പൂവിൽ അഭിനയിച്ച. അപ്പൊ അദ്ദേഹം ഭയങ്കര സിമ്പത്തറ്റിക് ഫേസ്, വയ്യാത്തൊരു മനുഷ്യനെ പോലെ. അപ്പൊ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഒരു കട്ടെടുത്തപ്പോ എനിക്ക് ഇവിടെ ഒരു കരച്ചിലിങ്ങനെ വന്നു. അങ്ങനെ എടുത്തതാ പെട്ടെന്ന് അത്. അപ്പൊ അതെനിക്ക് ഓർമ്മയില്ല, പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു.